ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നാളെ +1 കൊമേഴ്സിന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം നടക്കുകയാണ്. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറിംഗ് ആണ് നമ്മളോട് നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോകളും SLC-കാർക്കും +1-കാർക്കും +2-കാർക്കും CBSE-കാർക്ക് ഉപകാരപ്രദമായ വലിയ സന്തോഷം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ. ഹെക്സാഡെസിമൽ നമ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ഹെക്സാഡെസിമൽ ആ വാക്കിൽ തന്നെയുണ്ട്, ബേസ് 16 ആണ്. ഈ രണ്ടാമത്തെ ചോദ്യം, പിക്ക് ദ ഫുൾ ഫോം ഓഫ് HDMI ഫ്രം ദ ഫോളോയിങ്. HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. മൂന്നാമത്തെ ചോദ്യം, നെയിം ദ എറർ വിച്ച് ഇസ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ പ്ലാനിംഗ് ഓഫ് ദ പ്രോഗ്രാംസ് ലോജിക്. പ്രോഗ്രാമിന്റെ ലോജിക്കിന്റെ ഇംപ്രോപ്പർ പ്ലാനിംഗ് കൊണ്ടുണ്ടാകുന്ന എറർ ആണ് ലോജിക്കൽ എറർ. നാലാമത്തെ ചോദ്യം, ദ മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിന്റെ മൾട്ടിപ്പിൾ യൂസ്, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ പല പ്രാവശ്യം യൂസേജ് കൊണ്ടുണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ്. അതിന് പറയുന്ന പേരാണ് കാസ്കേഡിംഗ് ഓർ കാസ്കേഡിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയാം. അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് എ കീവേഡ് വിച്ച് ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് സിംബോളിക് കോൺസ്റ്റന്റ്സ് വിച്ച് ഹൂസ് വാല്യൂ ക്യാൻ നെവർ ബി ചേഞ്ച് ഡ്യൂറിംഗ് എക്സിക്യൂഷൻ. അപ്പോൾ നമ്മളൊരു കീവേഡ് എഴുതുക, യൂസ് ടു ക്രിയേറ്റ് സിംബോളിക് കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡ് എഴുതുക. അതിന്റെ വാല്യൂ എക്സിക്യൂഷൻ സമയത്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ആ കീവേഡ്. ഏതാണ് ചോദ്യം? CONST, കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ആറാമത്തെ ചോദ്യം, വിച്ച് among the following is not a search engine? വളരെ സിമ്പിൾ ആണ്. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഇവിടെ മൊസില്ല ഫയർഫോക്സ് ആണ്. ബാക്കി എല്ലാം സെർച്ച് എഞ്ചിൻ ആണ്. മൊസില്ല ഫയർഫോക്സ് ഒരു ഇന്റർനെറ്റ് ബ്രൗസർ ആണ്. ആൻസർ എനി 9 questions from 7 to 18 each carries 2 marks. കൺവേർട്ട് ആസ് ഡയറ. അപ്പൊ 38 എന്ന് പറയുന്നത് ഡെസിമൽ ബേസ് ആണ്, ബേസ് 10 ആണ്, ഡെസിമൽ നമ്പർ ആണ്. ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യണം? 38നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഫാക്ടറൈസ് ചെയ്യുന്ന പോലെ ഇത് 100 111 കിട്ടും. 2 എന്ന് പറയുന്ന ബേസ് ആണ്, ബേസ് 2 ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ ആണ്. AB ബേസ് 16. AB ബേസ് 16 എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ആണ്. AB എന്നാണ് പറയുന്ന നമ്പർ. ഇപ്പൊ നമുക്കറിയാം ഹെക്സാഡെസിമലിലെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 0 തൊട്ട് F വരെയാണ് വരിക. F 15 ആണ്. ഇവിടെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒക്ടാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ഇപ്പൊ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ആദ്യം ഹെക്സാഡെസിമലിനെ നമ്മൾ അതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡെസിമലിനെ ഒക്ടാഡെസിമലിലേക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 253 ബേസ് 8 വരും. അറിയാത്തവർ കമന്റ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് കമന്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. റൈറ്റ് എ നോട്ട് അബൌട്ട് യൂണിക്കോഡ്. യൂണിക്കോഡിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. യൂണിക്കോഡ് എന്ന് പറയുന്നത് 16 or 32 ബിറ്റ് കോഡ് റെപ്രസെന്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഇൻ വേൾഡ്. ഓക്കെ, അതാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 4 ഫ്രീഡംസ് ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ബൈ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ FSF. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള 4 ഫ്രീഡംസ് എഴുതുക എന്നുള്ളതാണ്. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഫ്രീഡം 0 എന്ന് പറഞ്ഞാൽ റൺ ദ പ്രോഗ്രാം റൺ ചെയ്യാം. ഫ്രീഡം 1 എന്ന് പറയുന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. ഫ്രീഡം 2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഫ്രീഡം 3 എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്സ്. ഫ്ലോ ചാർട്ട്സിന്റെ 4 അഡ്വാൻറ്റേജ്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ പിക്ചർ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം ആണ്. അതിന്റെ 4 അഡ്വാൻറ്റേജ്: ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് അനാലിസിസ്, ഇഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യന്റ് കോഡിംഗ്. ഓക്കെ, അപ്പൊ BEEE എന്ന് ഓർക്കുക. BEEE B എന്ന് പറഞ്ഞാൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, E ഇഫക്റ്റീവ് അനാലിസിസ്, E ഇഫക്റ്റീവ് സിന്തസിസ്, പിന്നെ വീണ്ടും E എഫിഷ്യന്റ് കോഡിംഗ്. അപ്പൊ BEEE ആണ് എന്നൊരു ഷോർട്ട് ഫോം ഓർത്താൽ നമുക്ക് ഫ്ലോ ചാർട്ടിന്റെ 4 അഡ്വാൻറ്റേജ് എഴുതാം. ഇനി 11th ക്വസ്റ്റ്യൻ ഡിഫൈൻ കോഡിംഗ്. കോഡിംഗ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കോഡിംഗ്, റൈറ്റിംഗ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് യൂസിങ് HLL ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നതിനാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. The program returning HLL is known as dash. അപ്പോൾ HLL ഹൈ ലെവൽ ലാംഗ്വേജിൽ റിട്ടേൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ പറയുന്ന പേരാണ്
സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, സോഴ്സ് കോഡ്. ഓക്കെ. 12ാമത്തെ ചോദ്യം, പിക്ക് ദ ഇൻവാലിഡ് ഐഡന്റിഫയർ ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ് ആൻഡ് ഗീവ് റീസൺ ഫോർ ഇൻവാലിഡിറ്റി. ഇൻവാലിഡ് ആയ ഐഡന്റിഫയർ നിന്ന് ലിസ്റ്റ് പിക്കപ്പ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റീസൺ എഴുതുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ വേൾഡ് ഡോട്ട് കപ്പ്, അവിടെ ഡോട്ട് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വേൾഡ് കപ്പില് വേൾഡ് കപ്പ് എന്ന് സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. 2 വേൾഡ് കപ്പില് നമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ബ്രേക്ക് എന്ന് പറയുന്നത് അവിടെ കീവേഡ് ആണ്, ബ്രേക്കിംഗ് കീവേഡ് ആണ്. ഓക്കെ, റൈറ്റ്. 13ാമത്തെ ചോദ്യം, given x = 6 y = 3 find the value of z in the following expression. അപ്പോൾ നമ്മൾ x ന് 6 y ക്ക് 3 6/3 2 വരും. അപ്പോൾ z ന്റെ വാല്യൂ 7 കിട്ടും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇവിടെ എറർ വരും, നോട്ട് എ വാലിഡ് C++ എക്സ്പ്രഷൻ ആണിത്. ഓക്കെ. ലിസ്റ്റ് എനി 4 റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഇൻ C++. ഇപ്പോൾ C++ലുള്ള 4 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു എന്നുള്ളത് നോട്ട് ഈക്വൽ ടു ആണ് വരുന്നത്. ഓക്കെ. 15ാമത്തെ ചോദ്യം, ലിസ്റ്റ് എനി 4 ഗൈഡ് ലൈൻസ് ഫോർ കോഡിംഗ്. കോഡിങ്ങിനുള്ള ഗൈഡ് ലൈൻസ് എഴുതുക. ഒന്നാമത്തെ കാര്യം, യൂസ് സ്യൂട്ടബിൾ നെയിംസ് ഫോർ ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സിന് വേണ്ടി സ്യൂട്ടബിൾ നെയിം ഉപയോഗിക്കുക. യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ എക്സ്പ്രഷൻ, യൂസ് കമന്റ്സ്, യൂസ് പ്രോപ്പർ ഇൻഡന്റേഷൻ ആൻഡ് സ്പേസിംഗ്. ഈ 4 കാര്യങ്ങളാണ് കോഡിങ്ങിനുള്ള ഗൈഡ് ലൈൻ ആയിട്ട് നമുക്ക് എഴുതാവുന്നത്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഇൻ C++. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, വെൻ, വൈൽ ലൂപ്പ്, വെൻ, ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ചോദിക്കുന്നതാണ്. വൈൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതിന്റെ സിന്റാക്സ് ചോദിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇഫ് എൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇഫ് ചെക്സ് എ ടെസ്റ്റ് കണ്ടീഷൻ ആൻഡ് എക്സിക്യൂട്ട് സം കോഡ്സ് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. അപ്പൊ ഇഫ് നമ്മൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ഓക്കെ ആണെങ്കിൽ ലൂപ്പിന്റെ അകത്തേക്ക് വന്നിട്ട് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എൽസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുക. ഓക്കെ. ഇഫ് എൽസ് സിന്റാക്സ് ഓർ എക്സാമ്പിൾ ക്യാൻ കൺസിഡർ. ഓക്കെ, റൈറ്റ്. 17ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹബ് ആൻഡ് സ്വിച്ച്. ആ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ ഹബ്ബ്, സ്വിച്ച്, റൗട്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഹബ് ഓർ സ്വിച്ച്, ഇതിന്റെ സെയിം, ഇത് രണ്ടും കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദ സെയിം നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനാണ് ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഹബിന്റെ സ്വിച്ച് ഒരു ഇന്റലിജന്റ് ഡിവൈസ് ആണ്. ഹബ് എന്ന് പറയുന്ന ഒരു ഇന്റലിജന്റ് ഡിവൈസ് അല്ല. ഹബ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് സെൻഡ് മെസ്സേജസ് ഓൾ ടു നോട്ട്സ്, എല്ലാ നോട്ട്സിലേക്കും മെസ്സേജ് എല്ലാത്തിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അത് കൺജഷൻ ഉണ്ടാവും. പക്ഷെ സ്വിച്ച് എന്ന് പറയുന്ന ഇന്റലിജന്റ് ഡിവൈസ് ആണ്. ഓരോ പർട്ടിക്കുലർ നോഡിലേക്ക് മാത്രമാണ് അതിന് പെർട്ടൈൻ്റ് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അയക്കുക. ഓക്കെ. പിന്നെ സ്വിച്ചിന്റെ മറ്റു പ്രത്യേകത, അതിന് ഹാസ് അഡ്രസ് ഓഫ് ഓൾ നോട്ട്സ്, എല്ലാ നോട്ട്സിന്റെ അഡ്രസ് അതിലുണ്ട്. സെൻഡ് മെസ്സേജ് ടു റിസീവർ ഓൺലി, ഡസ് നോട്ട് കോസ് എനി കൺജഷൻ. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, റൈറ്റ് എനി 4 അഡ്വാൻറ്റേജ് ഓഫ് ഇ ബിസിനസ്. ഇലക്ട്രോണിക് ബിസിനസിന് 4 അഡ്വാൻറ്റേജ് എഴുതാന്നുള്ളതാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഡിസ്റ്റൻസ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഏത് സമയത്തും, എനി ടൈം, ആൻഡ് ഓൾസോ സേവ്സ് ദ ടൈം, വൈഡ് ചോയ്സ്. അപ്പൊ ഇത് 4ആണ് അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ അഡ്വാൻറ്റേജസ്. ഇനിയുള്ളത് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, 9 എണ്ണം ആൻസർ ചെയ്യണം. എക്സ്പ്ലെയിൻ എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ് നമുക്കറിയാം, ആക്യുറസി, സ്പീഡ്, ഡിലിജൻസ്, വേഴ്സിറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ബിക്കംസ് വെരി ഈസി. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജ്. അടുത്തത്, വാട്ട് ഈസ് ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഡാമേജ് ഓർ ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ ഇ വേസ്റ്റ് എന്ന് പറയാം. നമ്മൾ ഉപയോഗിച്ച് ഡാമേജ് ആയ ഇലക്ട്രോണിക് ഡിവൈസിന് ഇ വേസ്റ്റിൽ പെടുക. ലിസ്റ്റ് ദ 4 ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. ഇപ്പൊ ഡിസ്പോസൽ ഓഫ് ഇ വേസ്റ്റിന്റെ ഡിസ്പോസൽ മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഹൗ ടു ഇഫക്റ്റീവ്ലി ഡിസ്പോസ് ദ ഇ വേസ്റ്റ് എന്നുള്ളത്. അപ്പൊ അതിനുള്ള 4 മെത്തേഡ് പറയുന്നത്, ഒന്ന് റീയൂസ്, നമുക്ക് മാക്സിമം റീയൂസ് ചെയ്യാൻ, റീയൂസ് ചെയ്യാൻ, റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക. റീസൈക്കിൾ ചെയ്യുക, അതിനെ റീസൈക്കിൾ ചെയ്ത് മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ മറ്റ് സംഭവങ്ങളായി മാറ്റാം. ഇൻസിനറേഷൻ, അതിനെ എന്താ പറയുക, ഇൻസിനേറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ നമ്മൾ അതിനെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പറയാം. പിന്നെ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഭൂമി എടുത്തിട്ട് അതിൻ്റെ മണ്ണിനടിയിൽ കുഴിച്ചിടുക എന്നുള്ളതാണ്. അത് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ അതിനൊരു ഡിസ്പോസലായിട്ട് നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ, ഫ്ലോ ചാർട്ട് അല്ലെ അൽഗോരിതം ഒക്കെ ഉണ്ടാവും, ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈ സിമ്പിൾ ഉപയോഗിക്കുക, ഓവൽ ഷേപ്പ് സ്റ്റാർട്ട് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കുക. ഇവിടെ പെരിമീറ്റർ കാണാൻ ലെങ്ത്തും ബ്രെഡ്ത്തും വേണം. അപ്പോൾ ഇൻപുട്ട് എൽ കോമ ബി, പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ. ഇപ്പോൾ ഇൻപുട്ട് എൽ കോമ ബി എന്നുള്ളത് നമ്മളൊരു പാരലോഗ്രാമിന്റെ രീതിയിലാണ് ഇൻപുട്ട് എന്നുള്ള സിമ്പിൾ അതാണ്. ഇനി കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനുള്ളത് റെക്ടാങ്കിൾ ആണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്ന അതിന്റെ ഇക്വേഷൻ പെരിമീറ്റർ 2 × L+B ആണ്. അത് കഴിഞ്ഞ് അടുത്ത അതിന്റെ സീക്വൻസ് ഇൻസ്ട്രക്ഷൻ പോകുന്നത് പ്രിന്റ് ചെയ്യണം. ആ പെരിമീറ്റർ എന്ന് പറയുന്നത് പ്രിന്റ് ഓർ ഡിസ്പ്ലേ പെരിമീറ്റർ എന്നുള്ളത് വീണ്ടും പാരലോഗ്രാം തന്നെയാണ്. പിന്നെ സ്റ്റോപ്പ് ഓവൽ ഷേപ്ഡ് ആണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, കാറ്റഗറൈസ് ദ ഫോളോയിങ് ടോക്കൺ ആൻഡ് ഫിൽ അപ്പ് ദ ഗിവൺ ടേബിൾ ബൈ പ്ലേസിംഗ് ദം അറ്റ് പ്രോപ്പർ പ്ലേസസ്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ കീവേഡ് ആയിട്ട് ഇവിടെ വരുന്നത്, കീവേഡ് വരുന്നത് ഫ്ലോട്ട് അല്ലെങ്കിൽ ലോങ് ആയിരിക്കും കീവേഡ് എന്ന് പറയുന്നത്. ലിറ്ററൽസ് ആയിട്ട് വരുന്നത് 93.5, ഫുട്ബോൾ. ഇത് രണ്ടാണ് ലിറ്ററൽ വരിക. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഏതാ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം, പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ എനി 3 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. C++ലുള്ള 3 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. ഒന്നാമത്തെ വോയിഡ്, നൾ ഓർ എംപ്റ്റി ഡാറ്റ. അപ്പോൾ വോയിഡ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാറ് C++ പ്രോഗ്രാം ഒക്കെ. വോയിഡ് മെയിൻ അല്ലെങ്കിൽ വോയിഡ് എന്നുള്ളത്. ഇനി പിന്നത്തെ ക്യാരക്ടർ CHAR, ക്യാരക്ടർ വാല്യൂസ് 1 ബൈറ്റ് ആണ്. പിന്നെ ഇൻഡിജർ വാല്യൂ 4 ബൈറ്റ് ആണ്. പിന്നെ ഫ്ലോട്ട്, റിയൽ ഓർ കോയിൻ വാല്യൂ 4 ബൈറ്റ് ആണ്. ഡബിൾ എന്ന് പറയുന്ന റിയൽ വാല്യൂസ് 8 ബൈറ്റ് ആണ്, ഫ്ലോട്ടിന്റെ ഇരട്ടിയാണത്. ഓക്കെ, ഈ 24ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ടൈപ്പ് മോഡിഫയർ? ടൈപ്പ് മോഡിഫയർ എന്നാണ്. ടൈപ്പ് മോഡിഫയർ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ സൈസ്, റേഞ്ച് ഓർ പൊസിഷൻ ഓഫ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പിന്റെ സൈസ്, റേഞ്ച് അല്ലെങ്കിൽ പ്രസിഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന മോഡിഫയർ ആണ് ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത്. അല്ലെ ബി ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ 4 ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. ഉപയോഗിക്കുന്ന 4 മോഡിഫയേഴ്സ് ലിസ്റ്റ് ചെയ്യാനാണ്. ഒന്നാമത്തെ ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. ഇത് 4ആണ് C++ ഉപയോഗിക്കുന്ന 4 ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത്. 25ാമത്തെ ചോദ്യം, റൈറ്റ് ദ സിന്റാക്സ് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ C++. നേരത്തെ ഇഫ് എൽസ് വന്നു, ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിച്ച്, വൈൽ, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാറ്റർ ഒക്കെ ചോദിക്കാവുന്നതാണ്. സിന്റാക്സ് പഠിക്കണം. ഓക്കെ, സ്വിച്ചിന്റെ സിന്റാക്സ്, സ്വിച്ച് എക്സ്പ്രഷൻ. ആ സ്വിച്ച് എക്സ്പ്രഷൻ പിന്നെ ബ്രേസ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും ഈ സ്വിച്ചിൽ ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആണെങ്കിലാണ് താഴെ. കേസ് വാല്യൂ 1 ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് റൺ ചെയ്യും, എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യും. കേസ് വാല്യൂ 2 ആണെങ്കിൽ അതിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് റൺ ചെയ്യും, ബ്രേക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് പല കേസുകൾ എടുക്കാം. ഇനി ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്സ്, അതിനുശേഷം ഇതല്ലെങ്കിൽ മാത്രമാണ് ഇതിന്റെ പുറത്തേക്ക് കിടക്കുക. എനി എക്സാമ്പിൾ ഫോർ വിച്ച് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കൺസിഡേർഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ, കൃത്യമായിട്ട് പഠിക്കാം. 26ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് URL ആൻഡ് ക്ലാസിഫൈ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ URL. URL എന്ന് പറയുന്നത് യൂണിവേഴ്സ് റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അപ്പോൾ ഓക്കെ, ഇതിന്റെ https://hscap.kerala.gov.in/student_status.php എന്ന് പറയുന്ന ഒരു URL ആണ് പറയുന്നത്. ഇതിന്റെ ഡിഫറെന്റ് പാർട്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തത് HTTPS എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, സെക്യൂർ ലെയർ. അപ്പോൾ സെക്യൂരിറ്റിന്റെ ബേസ് HTTPS പ്രോട്ടോകോൾ ആണ്. hscap.kerala.gov.in എന്ന് പറയുന്ന ഡൊമൈൻ നെയിം നമുക്ക് എന്താണെന്ന് അറിയാം. student_status.php എന്നുള്ളതാണ് ഫയൽ നെയിം. ഓക്കെ, 27ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എനി 3 അഡ്വാൻറ്റേജസ് യൂസിങ് ഇമെയിൽ. ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ ആണ്. അതിന്റെ 3 അഡ്വാൻറ്റേജ്, ഫാസ്റ്റ് ഡെലിവറി ആണ്, ഈസി ടു റിപ്ലൈ, പ്രൊവിഷൻ ഫോർ അറ്റാച്ച്മെന്റ് പ്രൊവിഷൻ ചെയ്യാം, എക്കോ ഫ്രണ്ട്ലി ആണ്, പേപ്പറും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, എനിവെയർ എനി ടൈം, ഏത് സ്ഥലത്തേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ മീഡിയ. ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമത്തെ ഇന്റർനെറ്റ് ഫോറം, ഉബുണ്ടു ഫോറം ഒക്കെ ഇതാണ്. സോഷ്യൽ ബ്ലോഗ്, blogger.com, wordpress.com ഒക്കെ സോഷ്യൽ ബ്ലോഗിൽ പെടും. മൈക്രോ ബ്ലോഗ് ആയുള്ള ട്വിറ്റർ എന്ന് പറയുന്നത് മൈക്രോ ബ്ലോഗ് കാറ്റഗറിയിലാണ് പെടുക. ഈ വിക്കീസ്, വിക്കിപീഡിയ. ഇനി 4ാമത്തെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ അങ്ങനെയുള്ളതൊക്കെ. 6ാമത്തെ കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്, youtube.com, flickr.com ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ 6 ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 29ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എനി 3 ലേണിംഗ് ടൂൾസ്. അപ്പോൾ ലേണിംഗ് ടൂൾസ്, ഇലക്ട്രോണിക് ലേണിംഗ് ടൂൾസ് ഏതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബുക്ക് റീഡർ, പിന്നെ ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, കണ്ടന്റ്, എഡ്യൂക്കേഷൻ TV ചാനൽസ്. ഇത് 3 ഇതൊക്കെയാണ് നമ്മുടെ ലേണിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്കുള്ളതാണ്. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 5 ഇൻപുട്ട് ഡിവൈസ്. വളരെ സിമ്പിൾ ആണ്. 5 ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക്സ്.
ടാബ്ലറ്റ് ടച്ച് കീബോർഡ്, ഗ്രാഫിക് ടച്ച് ടാബ്ലറ്റ്, ടച്ച് പാഡ്, joystick, microphone, scanner, barcode or QR reader, MICR reader, biometric sensor, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഡിവൈസുകളൊക്കെ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. അടുത്ത കൺസിഡർ ഫോളോയിങ് C++ കോഡ് ഇന്റ് n equal to 1 semicolon while n less than or equal to 10 breaks operation C count C out double slash n less than inverted comma slash t inverted comma n plus 2 semicolon. ഓക്കെ, അപ്പോൾ റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ എബോവ് കോഡ്. ഈ കോഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻറ്റീജറിലേക്ക് n എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യുന്നു. n-ന്റെ വാല്യൂ 10 ഈക്വൽ അതിനേക്കാളും കുറവാണെങ്കിൽ എങ്ങോട്ട് പോകുന്നു? സി ഔട്ട് പ്രിന്റ് ചെയ്തു, 1 പ്രിന്റ് ചെയ്തു, പിന്നെ അതിൻ്റെ ഒപ്പം 2 കൂട്ടുന്നു, 3 വരുന്നു. 1 3 5 7 9 ഇങ്ങനെ പ്രിന്റ് ചെയ്യും. 10 ആയി കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ബി എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ലൂപ്പ് എലമെന്റ്സ് ഓഫ് ദ അബോവ് കോഡ്. അബോവ് കോഡിന്റെ ലൂപ്പ് എലമെന്റ്സ് എന്തൊക്കെയാണ് എഴുതണം. അതിൽ ഇനീഷ്യലൈസേഷൻ ഇൻറ്റീജർ n equal to 1 ലൂപ്പ് എലമെന്റ് ആണ്. ടെസ്റ്റ് കണ്ടീഷൻ n less than or equal to 10 ലൂപ്പ് എലമെന്റ് ആണ്. അപ്ഡേഷൻ n plus equal to 2 ലൂപ്പ് എലമെന്റ് ആണ്. ബോർഡ് ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത് സി ഔട്ട് ലെസ് ദാൻ സ്ലാഷ് ടി ഇതൊക്കെയാണ് വരുന്നത്. ഇനി കൺവേർട്ട് ദ എബോവ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ കോഡിനെ ഇത് ചെയ്യാനാണ് പറയുന്നത്. ഫോർ ലൂപ്പ് വെച്ച് നമുക്ക് ഫോർ അതിന്റെ സിൻടാക്സ് ഫോറിന്റെ ബ്രാക്കറ്റിൽ തന്നെ ഫോർ INT ഇൻറ്റീജർ n equal to 1 n less than or equal to 10 n plus equal to 2. n-ന് 1 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യും. n-ന്റെ വാല്യൂ 10 വരെ 10 ഈക്വൽ ആവുന്ന വരെ അത് 2 വീതം ഇൻക്രിമെന്റ് ചെയ്ത് ലൂപ്പ് റൺ ചെയ്യും. ഇപ്പോൾ സി ഔട്ട് n അതിന്റെ ഇത് കൊടുക്കുക സ്ലാഷ് ടി ഇതാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ സി ഔട്ട് ലെസ് ദാൻ n ലെസ് ദാൻ സ്ലാഷ് ടി സ്ലാഷ് ടാബ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് കോഡിനെ കൺവേർട്ട് ചെയ്തു. 32ാമത്തെ ചോദ്യം, ലിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. 3 മാർക്കാണ്. ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് പെയർ ഇഥർനെറ്റ് കേബിൾ ആണ്. ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത് കോയാക്സിയൽ കേബിള്, ഒപ്റ്റിക് ഫൈബർ കേബിള്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പ്ലെയിൻ എനി വൺ ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഏതെങ്കിലും ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ട്വിസ്റ്റഡ് പെയർ ഒരു ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. 2 ടൈപ്പ് ഉണ്ട്. UTP ഉണ്ട്, STP ഉണ്ട്. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. ഇത് യൂസസ് RJ45 കണക്ടർ ഉപയോഗിക്കുന്നു. ഈ കോയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത് ലോങ്ങർ ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ബാൻഡ് വിഡ്ത്ത് ഉള്ള ഒരു ഇതും കൂടിയാണ്. അതുപോലെ തന്നെ തിക്കറും ലെസ് ഫ്ലെക്സിബിൾ ആണ് കോയാക്സിയൽ കേബിള്. ഒപ്റ്റിക്കൽ ഫൈബറിന് ലൈറ്റ് സിഗ്നൽസ് ഹൈ സ്പീഡ് ബാൻഡ് വിഡ്ത്ത് ഒക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കുറവാണ്. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ക്യാഷ് മെമ്മറി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഐഡന്റിഫയേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ ഈ പറയുന്ന കൂടാതെ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക. അതുപോലെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആളാണ് ചാൾസ് ബാബേജ്. അതിൽ ജോൺ വോൺ ന്യൂമാൻ ആണ് ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റി കമ്പ്യൂട്ടർ ഒരു ഐഡിയ കൊണ്ടുവന്ന് വോൺ ന്യൂമാൻ കൺസെപ്റ്റ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നാളെയാണ് കമ്പ്യൂട്ടർ സയൻസ് എക്സാം. ഇനിയും സമയമുണ്ട്. അപ്പോൾ നിങ്ങളിത് ആൻസർ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ മറ്റു ക്വസ്റ്റ്യൻസ് പഠിക്കുക. അങ്ങനെ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. മറ്റു വീഡിയോ വീണ്ടും കാണാൻ. അതുവരേക്കും സൈനിങ് ഔട്ട്.